Hi all, this is Angelit. Welcome to Study Table. Today we are going to see all the questions and answers of Chapter 6 World of Diversities. വൈവിധ്യങ്ങളുടെ ലോകം എന്ന ആറാമത്തെ പാഠത്തിൻ്റെ എല്ലാ ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ടെക്സ്റ്റിലുള്ള എല്ലാ ക്വസ്റ്റ്യൻ ആൻസേഴ്സും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മാക്സിമം ശ്രമിച്ചിട്ടുണ്ട്. ഒന്നും സ്കിപ്പായി കളയരുത്. ഓക്കെ, ആൻഡ് മൊത്തം വാച്ച് ചെയ്യുക. ഓക്കെ, ഫസ്റ്റ് വൺ, വാട്ട് ആർ ക്ലൈമറ്റിക് റീജിയൻസ് റൈറ്റ് ഷോർട്ട് നോട്ട് ഓൺ? എന്താണ് ക്ലൈമറ്റിക് റീജിയൻ? അതിനെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് എന്തെഴുതാം? റീജിയൻസ് ഓൺ ദ എർത്ത് സർഫേസ് ദാറ്റ് ഷെയർ ഓൾമോസ്റ്റ് സിമിലർ ക്ലൈമറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ആർ നോൺ ആസ് ക്ലൈമറ്റിക് റീജിയൻ. അതായത് കാലാവസ്ഥാ സവിശേഷതകൾ ഏറെക്കുറെ സമാനതകൾ പുലർത്തുന്ന ഭൂഭാഗങ്ങൾ, കാലാവസ്ഥാ മേഖലകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ക്ലൈമറ്റിക് റീജിയൻസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഹൗ ഡസ് ദ നേച്ചർ ഇൻഫ്ലുവൻസ് ദ പിഗ്മീസ് ലൈഫ് സ്റ്റൈൽ? എങ്ങനെയാണ് പിഗ്മികളുടെ ജീവിതം, അവരുടെ ലൈഫ് സ്റ്റൈലിനെ, പിഗ്മികളുടെ ജീവിത രീതികളിലെ പ്രകൃതി എങ്ങനെയാണ് സ്വാധീനിക്കുന്നത്? എങ്ങനെയാണ്? Cassava tapioca is the staple food. They also eat hunted meat and gathered fruits. They often wear deer skin or leaves as clothes. They build semicircular houses out of branches of trees and broad leaves. They dearly love and care for the forest. അതായത് അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? അവർ ജീവിക്കുന്നതെല്ലാം പ്രകൃതി ആശ്രയിച്ചാണ് ജീവിക്കുന്നത്, അല്ലേ? എന്തൊക്കെ അവരുടെ പ്രധാന ആഹാരം എന്താണ്? മരിച്ചീനിയാണ്. അതേപോലെ അതാണ് അവരുടെ മുഖ്യ ഭക്ഷണം. പിന്നെന്താ, കൂടാതെ ഫ്രൂട്ട്സും പിന്നെ ഹണ്ട് ചെയ്യുന്ന, അതായത് വേട്ടയാടുന്ന മാംസമൊക്കെയാണ് ഇവരുടെ ഭക്ഷണം. ഇവർ മാനിൻ്റെ തൂകൽ കൊണ്ടുള്ള വസ്ത്രമൊക്കെയാണ് ഇടുന്നത്. അവരുടെ വീട് എങ്ങനെയാണ്? വീട് ഇലകൾ കൊണ്ട്, മരച്ചില്ല കൊണ്ട്, ഓല കൊണ്ടൊക്കെ മേഞ്ഞ വീടുകളിലാണ് അവർ താമസിക്കുന്നത്. അതുകൊണ്ടാണ് അത് അവരുടെ പ്രകൃതിയുമായിട്ട് ഇത്രയും അവർക്ക് ബന്ധമുള്ളത്. ഓക്കെ, വാട്ട് ആർ ദ പെക്യുലിയർ ഫീച്ചേഴ്സ് ഓഫ് ദ കോങ്കോ ബേസിൻ ഇൻ ആഫ്രിക്ക വേർ ദ പിഗ്മീസ് മെയിൻലി ഡ്വെൽ? എന്തൊക്കെ സവിശേഷതകളാണ് കോങ്കോ ബേസിനിൽ മെയിനായിട്ടുള്ളത്? എന്തൊക്കെയാണ്? ഹൈ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ത്രൂ ഔട്ട് ദ ഇയർ ആൻഡ് ഡെയിലി ആഫ്റ്റർനൂൺ ഷവേഴ്സ് വിത്ത് തണ്ടർ ലൈറ്റ്നിങ്, ഡെൻസ് എവർഗ്രീൻ വെജിറ്റേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് ബിഗ് ട്രീസ്, ക്ലൈംബേഴ്സ്, തിക്ക് അണ്ടർഗ്രോത്ത്, മോസ്, വാൻഡ ആൻഡ് സോ ഓൺ, ഡൈവേഴ്സ് ഫോണ. അതായത് വർഷം മുഴുവന് ഉയർന്നു നിൽക്കുന്ന അന്തരീക്ഷ താപം, പിന്നെ എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ശേഷം ലഭിക്കുന്ന ഇടിമിന്നലിനോട് കൂടിയുള്ള മഴ, പിന്നെ എന്തൊക്കെയുണ്ട്? വലിയ വലിയ മരങ്ങളുണ്ട്, വള്ളിപ്പടർപ്പുകളുണ്ട്, അടിക്കാടുകളുണ്ട്, പായൽവർഗ സസ്യങ്ങളുണ്ട്, മരവാഴകൾ തുടങ്ങിയ ഇടതൂർന്ന് വളരുന്ന നിത്യഹരിത സസ്യങ്ങളാണ് അവിടെ കാണപ്പെടുന്നത്. പിന്നെ വൈവിധ്യമാർന്ന ജന്തുക്കളും അവിടെ കാണാം. Now, what may be the cause for the above mentioned peculiarities in the Congo Basin? ഇങ്ങനത്തെ സവിശേഷതയുള്ള ജീവജാലങ്ങളെ അവിടെ കാണാൻ എന്തുകൊണ്ടാണ് കാരണം? Because the distribution of sunlight is not uniform everywhere. It is the proximity of these regions. കാരണം എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്? It is the proximity of this region to the equator that causes the above mentioned climatic peculiarities. This in turn causes the luxuriant plants and animal diversity here. ഇവിടുത്തെ എന്താണ്? ഭൂമധ്യരേഖയുടെ അടുത്ത് സ്ഥിതി ചെയ്യുന്നതാണ് ഈ സ്ഥലം, അല്ലേ? അതുകൊണ്ട് മേൽപ്പറഞ്ഞ കാലാവസ്ഥ സവിശേഷതകളാണ് ഇവിടെ ഇങ്ങനെ കാണാൻ കാരണം എന്താ? ഭൂമിയിൽ എല്ലാ പ്രദേശത്തും സൂര്യപ്രകാശ ലഭ്യത ഒരേപോലെ അല്ല കിട്ടുന്നത്, നിങ്ങൾക്ക് അറിയാമല്ലോ, അല്ലേ? സൺലൈറ്റിൻ്റെ കാര്യമൊക്കെ. ഈ കാലാവസ്ഥ സവിശേഷതകളാണ് ഇവിടുത്തെ ഇങ്ങനത്തെ കാലാവസ്ഥ കാരണമാണ് ഇങ്ങനെ വേറിട്ട വ്യത്യസ്ത രീതിയിലുള്ള ഫ്ലോറയും ഫൗണയൊക്കെ ഇവിടെ കാണാൻ സഹായിക്കുന്നത്. നെക്സ്റ്റ് വൺ, നെയിം ദ ഇക്വറ്റോറിയൽ റീജിയൻസ് വിത്ത് ദ സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് ഇൻ ദ കോണ്ടിനെൻറ്റ്സ്. ഏതൊക്കെയാണ് ഇക്വറ്റോറിയൽ റീജിയൻസ് സെയിം സവിശേഷതകളുള്ളത്? എന്തൊക്കെയുണ്ട്? സിമിലർ ക്യാരക്ടറിസ്റ്റിക്സ് പ്രിവെയിൽ ഇൻ ദ ആമസോൺ റിവർ ബേസിൻ ഇൻ സൗത്ത് അമേരിക്ക ആൻഡ് ഇൻ സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ കൺട്രീസ് ലൈക്ക് മലേഷ്യ ആൻഡ് ഇന്തോനേഷ്യ, ദ അബോറിജിനൽ ട്രൈബ്സ് ഓഫ് ദ ആമസോൺ റിവർ basin in South America, the Semongs of Malaysia and the Kubus and Dayaks of Indonesia, and also forest dwellers like the Pygmies. അതായത് എന്താ ഇവിടെ പറയുന്നത്? അതേ ആഫ്രിക്ക കൂടാതെ മറ്റ് വൻകരകളിലും ഭൂമധ്യരേഖയോട് അടുത്ത് സമാന വിശേഷതകളുള്ള പ്രദേശങ്ങളാണ് ഇപ്പം ഞാൻ പറഞ്ഞത്. എന്തൊക്കെയാണ്? തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലും, അതേപോലെ തെക്കേ അമേരിക്കയിലെ ആമസോൺ നദീതടത്തിലും, പിന്നെന്താ തെക്ക് കിഴക്ക് ഏഷ്യയിലെ മലേഷ്യ, പിന്നെ ഇന്തോനേഷ്യ തുടങ്ങിയ പ്രദേശങ്ങളിൽ നമ്മൾ എന്ത് കാണാറുണ്ട്? ഇതുപോലെ സമാന സവിശേഷതകളുള്ള സ്ഥലങ്ങൾ കാണാറുണ്ട്. ഓക്കെ, നൗ നെക്സ്റ്റ് വൺ, ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ഈസ് ജനറലി സ്പാർസ്ലി ഇൻഹാബിറ്റഡ്. വൈ? മധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ പൊതുവെ ജനവാസം കുറവാണ്. എന്തുകൊണ്ടായിരിക്കും അവിടെ ജനവാസം കുറയുന്നത്? ക്ലൈമറ്റ് ഈസ് നോട്ട് ആസ് കംഫർട്ടബിൾ ആസ് അതർ റീജിയൻ. കാരണം മറ്റുള്ള സ്ഥലങ്ങളെ പോലെ കാലാവസ്ഥ അവിടുത്തെ അത്ര അനുയോജ്യം അല്ല, അല്ലേ? മോസ്റ്റ് ഓഫ് ദ ആനിമൽസ് ഇൻ ഇക്വറ്റോറിയൽ ഫോറസ്റ്റ് ആർ ട്രീ ഡ്വെല്ലേഴ്സ്. വൈ? പേജ് നമ്പർ 82 നമുക്ക് കാണാം. കൂടുതലും എങ്ങനെയാണ് മരത്തിൽ ജീവിക്കുന്ന ജീവജാലങ്ങളാണ് കൂടുതലുള്ളത്, അല്ലേ? എന്തായിരിക്കാം അങ്ങനെ അവിടെ കാണാൻ കാരണം?
കാരണം എന്താണ്? ദ ഇക്വറ്റോറിയൽ ക്ലൈമറ്റ് റീജിയൻ ഈസ് ക്യാരക്ടറൈസ്ഡ് ബൈ ഡെൻസ് ഫോറസ്റ്റ്. കാരണം നമ്മൾ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ ഏറ്റവും കൂടുതൽ നമ്മൾ എന്താണ് കാണുന്നത്? ഇടതൂർന്ന് കിടക്കുന്ന മരങ്ങളാണ്. സമൃദ്ധമായിട്ട് എന്തുകൊണ്ട് അവിടെ ഒരുപാട് മരങ്ങൾ ധാരാളമായി അവിടെ കാണപ്പെടുന്നു. പിന്നെന്താ പറയുന്നത്? മോർ ദാൻ 1000 സ്പീഷീസ് ഓഫ് പ്ലാന്റ്സ് ഗ്രോ ഡെൻസ്ലി ഇൻ എവറി സ്ക്വയർ കിലോമീറ്റർ ഏരിയ ഓഫ് ദ ഇക്വറ്റോറിയൽ ഫോറസ്റ്റ് റീജിയൻ. അതായത് അവിടെ എങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്? അവിടെ ഓരോ ചതുരശ്ര കിലോമീറ്ററിലും 1000-ലധികം വിവിധ സസ്യവർഗ്ഗങ്ങളാണ് ഇവിടെ ഇടതൂർന്ന് വളരുന്നത്. ഓക്കെ, ഇതുകൊണ്ടൊക്കെയാണ് എന്ത് കാണുന്നത്? നമ്മളവിടെ എല്ലാ ആനിമൽസ് ഒക്കെ എവിടെ കാണുന്നത്? മരങ്ങളിൽ കാണുന്നത്. അതുമാത്രമല്ല, ഡ്യൂ ടു ദ ഷെയ്ഡ്സ് ഓഫ് ഹാർഡ്വുഡ് ട്രീസ് and the presence of densely plants, sunlight does not directly fall on the soil, so undergrowth is less. So most of the animals in equatorial forest are tree dwellers. ഇതൊക്കെ കാരണമാണ് അവിടുത്തെ കൂടുതലും മൃഗജാലങ്ങൾ എങ്ങനെയാണ്? മരത്തിൽ കഴിയുന്നവ. ഓക്കെ, നെക്സ്റ്റ് വൺ. അടുത്ത എന്താ ചോദിച്ചേക്കുന്നത്? വാട്ട് ആർ ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ്? എന്തിനെയാണ് നമ്മൾ നിത്യഹരിത വനങ്ങൾ എന്ന് പറയുന്നത്? എന്താണ് നിത്യഹരിത വനങ്ങൾ? The trees in this forest do not shed their leaves owing to height, atmospheric temperature and copious rainfall. Hence these forests are called equatorial forest. ഓക്കെ, എന്തുകൊണ്ടാണ് പറയുന്നത് ഇക്വറ്റോറിയൽ എവർഗ്രീൻ ഫോറസ്റ്റ് എന്ന്? ഇവിടെ മഴയും സൂര്യപ്രകാശം ലഭിക്കുന്നത് കൊണ്ട് എന്താണ്? ഈ വനങ്ങളിലെ മരങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യാറില്ല? ഇല പൊഴിക്കാറില്ല. ഓക്കെ, അതിനാലാണ് ഈ വനങ്ങൾ നമ്മൾ എന്ത് വിളിക്കുന്നത്? മധ്യരേഖ നിത്യഹരിത വനങ്ങൾ എന്ന് വിളിക്കുന്നത്. Or all places in equatorial climatic region are ഫോറസ്റ്റ് ലാൻഡ്സ്. അതായത് ഈ മധ്യരേഖ കാലാവസ്ഥ മേഖലയിൽ കാണുന്ന എല്ലാ പ്രദേശങ്ങളും വനങ്ങളാണോ? ആണോ? നോക്കിക്കേ, നമ്മളിത് പഠിച്ചിട്ടുണ്ടല്ലോ. എന്നാൽ അല്ല, അല്ലേ? ഓൾ പ്ലേസസ് ഇൻ ദ ഇക്വറ്റോറിയൽ ക്ലൈമാറ്റിക് റീജിയൻ ആർ നോട്ട് ഫോറസ്റ്റ് ലാൻഡ്സ്. In some places like Brazil, Malaysia and Indonesia, which fall in this climatic region, agriculture, mining and industrial activities are effectively practiced. These places have been transformed into big cities. അതായത് ഈ മേഖലകളിൽ ഉൾപ്പെട്ട ബ്രസീൽ, മലേഷ്യ, ഇന്തോനേഷ്യ തുടങ്ങിയ രാജ്യങ്ങളിൽ എന്താണ്? കൃഷിയും പിന്നെന്താ ഖനനം, വ്യവസായം എന്നീ പ്രവർത്തനങ്ങൾക്ക് ധാരാളമായി അവിടെ നടക്കുന്നുണ്ട്, അല്ലേ? ഈ പ്രദേശങ്ങൾ. അതേപോലെ ഈ പ്രദേശങ്ങൾ വൻ നഗരങ്ങളായി മാറിക്കഴിഞ്ഞു, ബിഗ് സിറ്റീസ് ആയി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഓക്കെ, നൗ ദ നെക്സ്റ്റ് വൺ. Write a note on the biodiversity in the Amazon basin. ആമസോൺ നദി അവിടെ കാണുന്നത് ആ തടത്തിലെ ജൈവ വൈവിധ്യത്തിനെ കുറിച്ച് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് എന്തെഴുതാം? വേൾഡ്സ് മോസ്റ്റ് എക്സ്പാൻസീവ് റെയിൻ ഫോറസ്റ്റ് റിച്ച് ഇൻ ബയോഡൈവേഴ്സിറ്റി ബിലോങ് ടു ദ ആമസോൺ റിവർ ബേസിൻ സൗത്ത് അമേരിക്ക. അതായത് ലോകത്തിലെ ഏറ്റവും വിശാലമായ ജൈവ വൈവിധ്യ സമ്പന്നമായ മഴക്കാടുകൾ എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ആമസോൺ ബേസിനിലാണ്. വെരി ഹൈ ഡേ ടെമ്പറേച്ചർ ആൻഡ് അബണ്ടന്റ് റെയിൻ ഫോറസ്റ്റ് and the region's rich biodiversity, innumerable species of vegetation ranging from tall hardwood trees to moss are the speciality of the region. അതായത് പലതരത്തിലുള്ള എന്താ കാണുന്നത് ഇവിടെ? ഒത്തിരി ഉയരമുള്ള കാഠിന്യമേറിയ മരങ്ങളും ഉണ്ട്. അതേപോലെ തന്നെ പായൽ വർഗത്തിൽപ്പെട്ട നീളുന്ന എണ്ണിയാൽ തീരാത്ത ടൈപ്പുള്ള എന്തുകൊണ്ട് സസ്യവർഗ്ഗങ്ങൾ ഇവിടുത്തെ പ്രത്യേകതകളാണ്. ആൻഡ് ഇൻഫിനൈറ്റ് സ്പീഷീസ് ഓഫ് മൈക്രോ ഓർഗാനിസംസ്, ഇൻസെക്ട്സ്, different types of monkeys, amphibians, reptiles, birds, etc. also add to the biodiversity of this. എന്ന് പറഞ്ഞാൽ എന്താണ്? ഇവിടെ പലതരത്തിലുള്ള ഇൻസെക്റ്റും സൂക്ഷ്മജീവികളും പിന്നെന്താ വിവിധ തരം കുരങ്ങുകൾ, പല പക്ഷികൾ എല്ലാം കാണാൻ കഴിയും. അതുകൊണ്ടാണ് ഈ വനങ്ങളിലെ ജൈവ വൈവിധ്യത്തിന് ഇതെല്ലാം മുതൽക്കൂട്ടാണ്. ഓക്കെ, now try to find out the major towns and cities belonging to the equatorial climatic region with the help of an atlas. മധ്യരേഖ കാലാവസ്ഥാ മേഖലയിലെ പ്രധാന നഗരങ്ങൾ അറ്റ്ലസിൽ നിന്ന് കണ്ടെത്താൻ. അപ്പോൾ എന്തൊക്കെ നമുക്ക് എഴുതാം? ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നിങ്ങൾ കണ്ടെത്തി വെക്കണമെന്ന് പറഞ്ഞു. ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? കൗലാലംപൂർ, സിംഗപ്പൂർ, കൊളംബോ, പിന്നെന്തൊക്കെയുണ്ട്? ആഡിസ് അബാബ ആൻഡ് നൈറോബി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് തന്നിരിക്കുന്നത് നെയിം സം ഇൻഹാബിറ്റൻസ് ഓഫ് ദ ഹോട്ട് ഡെസേർട്ട് ഓവർ ഡിഫറെൻറ്റ് കോണ്ടിനെൻറ്റ്സ് ഓഫ് ദ വേൾഡ്. ലോകത്തിലെ വിവിധ വൻകരകളിലായി സ്ഥിതി ചെയ്യുന്നുണ്ട് ഇങ്ങനത്തെ ഉഷ്ണമരുഭൂമികൾ. അപ്പം അവിടെയുള്ള ഇൻഹാബിറ്റൻസ്, അതായത് അവിടെ ജീവിക്കുന്നവർ ആരൊക്കെയാണ് എന്നാണ് അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് അതിൽ എന്തൊക്കെ എഴുതാം? ദ അബോറിജിനൽ ട്രൈബ്സ് ഓഫ് കലാഹരി നോൺ ആസ് ബുഷ്മെൻ, ടോറക് പീപ്പിൾ ഓഫ് വെസ്റ്റേൺ സഹാറ, ബെഡുവിൻസ് ഓഫ് അറേബ്യൻ ഡെസേർട്ട്. അവരൊക്കെയാണ് ആര്? ഇൻഹാബിറ്റൻസ് ഓഫ് ദ ഹോട്ട് ഡെസേർട്ട്. Now the next one, with the help of an atlas, complete the table by identifying the continents where the hot deserts are located. അതായത്
ഹോട്ട് ഡെസേർട്ട് എവിടെയൊക്കെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത്, ഉഷ്ണ മരുഭൂമികൾ സ്ഥിതി ചെയ്യുന്ന വൻകരകൾ അറ്റ്ലസിൽ നിന്ന് കണ്ടെത്താനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. മരുഭൂമികൾ നമുക്കൊരു ഒരു സൈഡിൽ തന്നിരിക്കുന്നു, വൻകരകൾ നമുക്ക് മറ്റൊരു സൈഡിലുണ്ട്. അപ്പോൾ നമുക്കിത് എങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം? കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതുപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടോ? നോക്കിയേ, ചെക്ക് ചെയ്ത് നോക്കിയൊന്നും. സഹാറ എവിടെയാണ് കാണുന്നത്? ആഫ്രിക്ക എന്ന കോണ്ടിനെന്റിലാണ്. അതേപോലെ കൽഹരി എവിടെയാണ്? അതും ആഫ്രിക്ക തന്നെയാണ്. അറേബ്യൻ ഡെസേർട്ട് എവിടെയാണ് കാണപ്പെടുന്നത്? ഏഷ്യയിലാണ്. ഓക്കെ. താർ ഡെസേർട്ട് എവിടെയാണ്? ഏഷ്യയിലാണ്. ഗ്രേറ്റ് ഓസ്ട്രേലിയൻ ഡെസേർട്ട് എവിടെയാണ്? ഓസ്ട്രേലിയയിൽ തന്നെയാണ്. ഓക്കെ. ആൻഡ് ആറ്റക്കാമ ഡെസേർട്ട് എവിടെയാണ്? സൗത്ത് അമേരിക്കയിൽ. പിന്നെ മൊഹാവെ എവിടെയാണ്? നോർത്ത് അമേരിക്കയിൽ. ഓക്കെ. അപ്പം അത്രയും നിങ്ങൾക്ക് മനസ്സിലായി കാണും അല്ലേ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഡു യു നോ ദ കോമൺ ക്ലൈമറ്റിക് ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഹോട്ട് ഡെസേർട്ട്? അതായത് ഈ നമ്മൾ കാണുന്ന ഇവിടുത്തെ ഏറ്റവും ഈ മരുഭൂമികളിലെ കാലാവസ്ഥയുടെ സവിശേഷതകൾ എന്തൊക്കെയാണെന്നാണ് ചോദിച്ചത്. എന്തൊക്കെ പ്രത്യേകതകളാണ് ഇവിടുത്തെ കാലാവസ്ഥയ്ക്കുള്ളത്? Though the day temperature is very high, nights are cool here. Summers are very hot, but very low temperature is experienced in winters. The amount of rainfall is very less here. അതായത് ഇവിടെ എന്താ പറഞ്ഞേക്കുന്നത്? പകൽ വളരെ താപം കൂടുതലാണെങ്കിൽ രാത്രി എങ്ങനെയാണ്? അവിടുത്തെ ടെമ്പറേച്ചർ കുറവാണ്. ഓക്കെ. ഉഷ്ണകാലം ചൂടുകാലം വരുമ്പോൾ എന്താണ്? ചുട്ടുപൊള്ളുന്നതാണെങ്കിലും ശൈത്യകാലം തണുപ്പുള്ള സമയത്ത് എങ്ങനെയാണ്? വളരെ കുറഞ്ഞ അന്തരീക്ഷ താപമാണ് അവിടെ അനുഭവപ്പെടുന്നത്. പിന്നെന്താണ്? അവിടെ മഴ തീരെ കുറവാണ്. നെക്സ്റ്റ് വൺ, ദ കാക്ടൈ ഹാവ് നോ ലീവ്സ്, ഓൺലി ഫ്ലഷി സ്റ്റെം. വൈ ഇസ് ഇറ്റ് സോ? ഫൈൻഡ് ഔട്ട്. അതായത് കള്ളിമുൾ വർഗ്ഗത്തിൽപ്പെട്ട സസ്യങ്ങൾക്ക് ഇലകളില്ല, പക്ഷെ എന്താണുള്ളത്? സ്റ്റെം ആണുള്ളത്. മാംസളമായ അവർക്ക് സ്റ്റെം ആണുള്ളത്. എന്തുകൊണ്ടായിരിക്കാം ഇങ്ങനെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. അപ്പം നമുക്ക് ഇതിൻ്റെ ആൻസർ എന്ത് എഴുതാം? കാക്ടസ് ഇസ് എ പെർട്ടിക്കുലർ ടൈപ്പ് ഓഫ് പ്ലാന്റ്. ഇറ്റ് ഗ്രോസ് ഇൻ ഡ്രൈ ഏരിയാസ്. ഇറ്റ് ഹാസ് നോ ലീവ്സ്. അതായത് ഒരു പ്രത്യേക തരത്തിലുള്ളൊരു ചെടികളാണ് കാക്ടസ്. അത് ഉണങ്ങിയ നിലത്തിലാണത് വളരുന്നത്. അതിന് ഇലകളില്ല. ദ ഗ്രീൻ ഫ്ലഷി സ്റ്റെം ഡസ് ദ വർക്ക് ഓഫ് ലീവ്സ് ആൻഡ് ഓൾസോ സ്റ്റോർസ് ഫുഡ് ആൻഡ് വാട്ടർ. അതായത് അതിൻ്റെ പച്ച സ്റ്റെം ആണ്, അതിൻ്റെ തണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഇലകളുടെ വർക്ക് ചെയ്യുന്നത്. ഇലകൾ എന്താ ചെയ്യുന്നത്? ഫുഡും വാട്ടറും ഒക്കെ സ്റ്റോർ ചെയ്യുന്ന വർക്ക് ആരാ ഇവിടെ ചെയ്യുന്നത്? ഇലകൾക്ക് പകരം സ്റ്റെം ആണ് ഇവിടെ ചെയ്യുന്നത്. ദ ലീവ്സ് ആർ മോഡിഫൈഡ് ഇൻ ടു തോൺസ്. ഇവിടെ ഇലകൾക്ക് അതിന് പകരം എന്താണ് ഇവിടെ കാണുന്നത്? തോൺസ്, മുള്ളുകളായിട്ടാണ് ഇവിടുത്തെ ഇലകൾ കാണപ്പെടുന്നത്. ദിസ് ഹെൽപ്സ് ടു റെഡ്യൂസ് ലോസ് ഓഫ് വാട്ടർ ഫ്രം ദ പ്ലാന്റ്. ഇതുകൊണ്ട് തന്നെ ആ ചെടികളിൽ നിന്നും വെള്ളം നഷ്ടപ്പെടുന്നത് ലാഭിക്കുന്നു. ഓക്കെ. നൗ ദ ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫൗണ ഓഫ് ഡ്രൈ ലാൻഡ്? ജന്തുവർഗ്ഗങ്ങൾ ഇവിടെ എന്തൊക്കെയുണ്ട്? A few species of animals adapted to the physical conditions of hot deserts are seen here. Camels, donkeys, horses, foxes, snakes, scorpions, lizards, etc. form the fauna here. Okay, അതായത് കുതിരയും കഴുതയും പാമ്പുകളും കുറുക്കന്മാരും പിന്നെന്താ പല്ലിവർഗ്ഗങ്ങൾ ഇങ്ങനെയൊക്കെയുള്ളതാണ് ഇവിടെ കാണുന്നത്. അവിടുത്തെ കാലാവസ്ഥയിൽ അനുകൂല്യം അവർക്ക് ജീവിക്കാൻ കഴിയുന്ന അങ്ങനത്തെ സാഹചര്യങ്ങളിൽ ജീവിക്കാൻ പറ്റുന്ന ജീവികളാണ്, ജന്തുവർഗ്ഗങ്ങളാണ് ഇവിടെ കാണപ്പെടുന്നത്. ഓക്കെ. നെക്സ്റ്റ് വൺ, വാട്ട് ആർ ദ മേജർ ലൈവ്ലിഹുഡ് ഓഫ് അബോറിജിനൽ ട്രൈബ്സ് ആൻഡ് ദ ഡയറ്റ്? ഓക്കെ. ഇത് ചിലപ്പോൾ മാച്ച് ദ ഫോളോയിങ് അല്ലെങ്കിൽ നെയിം അല്ലെങ്കിൽ ട്രൂ ഓർ ഫോൾസ് എന്തിനെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ വരാം കേട്ടോ. അപ്പം എന്തൊക്കെയാണ് അവിടുത്തെ അബോറിജിനൽ ട്രൈബ്സിൽ അവിടുത്തെ ആളുകൾ എങ്ങനെയൊക്കെയാണ് അവരുടെ ജീവിതം, അവർ മുമ്പോട്ട് പോകുന്നത് എങ്ങനെയാണ്? വേട്ടയാടലും കന്നുകാലി വളർത്തലും അല്ലേ. ഹണ്ടിങ് ആൻഡ് കാറ്റിൽ റെയറിങ് ഈസ് ദ മേജർ ലൈവ്ലിഹുഡ് ഓഫ് ദ അബോറിജിനൽ ട്രൈബ്സ് ഓഫ് ദ ഹോട്ട് ഡെസേർട്ട്. പിന്നെ എന്തൊക്കെയാ? മീറ്റ്, മിൽക്ക്, മില്ലറ്റ്സ്, ഡേറ്റ്സ് എക്സെട്ര ഫോം ദ ഡയറ്റ്. അതായത് അവരുടെ പ്രധാന ജോലികൾ കന്നുകാലി വളർത്തലും പിന്നെ ഹണ്ടിങ്ങുമാണ്. മാംസവും പാലും അതേപോലെ ഈന്തപ്പഴം ഒക്കെയാണ് എന്താ അവരുടെ പ്രധാന ഭക്ഷണങ്ങൾ. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? അഗ്രികൾച്ചർ ഈസ് സ്പാർസ് ഇൻ ഹോട്ട് ഡെസേർട്ട്സ്. വൈ? അതായത് ഉഷ്ണ മരുഭൂമികളിൽ കൃഷി പൊതുവേ കുറവാണ്. എന്തുകൊണ്ടായിരിക്കാം? ഓക്കെ. അവിടെ കൃഷി ഇത്രയും കുറവാകാൻ കാരണം എന്തായിരിക്കാം? അവിടുത്തെ കാലാവസ്ഥ കാരണമായിരിക്കും അല്ലേ. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് സ്കേഴ്സിറ്റി ഓഫ് വാട്ടർ ആൻഡ് ഫെർട്ടൈൽ സോയിൽ. അതായത് അവിടെ വെള്ളം ലഭ്യത കുറവാണ്. ജലലഭ്യതയും മണ്ണിന് വളക്കൂറില്ലാത്തതും കാരണമാണ് അവിടെ കൃഷി വളരെ കുറയാൻ കാരണം. ഓക്കെ. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? റൈറ്റ് നോട്ട് ഓൺ ഒയാസിസ്. എന്താണ് ഒയാസിസ്? എന്താണ് മരുപ്പച്ചകൾ? പെർമനന്റ് സെറ്റിൽമെന്റ്സ് ആർ ഫൗണ്ട് only around oasis in hot deserts. Oasis are the places where water is available in hot desert. Plants, animals and human habitations are largely concentrated in and around these water bodies. അതായത് അവിടെ ഉഷ്ണമരുഭൂമികളിൽ മരുപ്പച്ചകളിൽ കേന്ദ്രീകരിച്ചാണ് എന്ത് കാണുന്നത്? സ്ഥിര ജനവാസ മേഖലകൾ നമ്മൾ കാണപ്പെടുന്നത്. ഓക്കെ. അതേപോലെ അവിടുത്തെ ജലലഭ്യമായ പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മരുപ്പച്ചകൾ എന്നവിടെ വിളിക്കുന്നത്. ഒറ്റപ്പെട്ട് കാണുന്ന ഈ ജലാശയങ്ങൾ ചുറ്റിപ്പറ്റിയാണ് എന്ത്? സസ്യങ്ങളും ജന്തുക്കളും അതേപോലെ ജനവാസ മേഖലകളും അവിടെ കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ഈജിപ്റ്റ് ഈസ് നോൺ ആസ് ദ ഗിഫ്റ്റ് ഓഫ് നൈൽ വാലി.
ഓക്കെ, നൈൽ വാലിയെക്കുറിച്ച് എന്തെങ്കിലും നിങ്ങളോട് ചോദിക്കുവാണെങ്കിൽ ക്വസ്റ്റൻ ഈ ഒരു ആൻസർ എഴുതാം. എന്തെഴുതാം? ഈജിപ്റ്റ് ഈസ് ആപ്റ്റ്ലി കോൾഡ് ദ ഗിഫ്റ്റ് ഓഫ് നൈൽ. മോസ്റ്റ് റീജിയൻസ് ഹിയർ ആർ ഡെസേർട്സ്. ദ ഓൺലി എക്സെപ്ഷൻ ഇസ് ദ നൈൽ ബേസിൻ. ദ നൈൽ ബേസിൻ ഹാസ് നോട്ട് ഓൺലി വിറ്റ്നസ്ഡ് ദ എമർജൻസ് ഓഫ് ദ ഏർലി സിവിലൈസേഷൻ, but it also provides water and fertile soil which enables agriculture in the country. The Nile Basin is one among the most densely populated areas in the world. Nile is also described as the lifeblood of Egypt. അതായത് ഈജിപ്തിൻ്റെ നൈലിൻ്റെ ദാനം എന്നാണ് ഈജിപ്തിനെ വിശേഷിപ്പിക്കുന്നത്. കാരണം എന്താണ്? ഒരുപാട് കാരണങ്ങളുണ്ട്. കാരണം അവിടുത്തെ ആ നൈൽ തടത്തിലാണ് ആ ഒരു സ്ഥലം ഒഴികെ ബാക്കിയെല്ലാം എന്താണ്? ഈജിപ്തിലെ മരുഭൂമിയാണ്. ഓക്കെ, അതേപോലെ പിന്നെന്താ പറയുന്നത്? ഇവിടെ കൃഷിക്ക് അനുയോജ്യമാകുന്ന നല്ല ജീവജലവും അതേപോലെ ഫലപുഷ്ടിയുമായുള്ള മണ്ണാണ് ഇവിടെ കാണുന്നത്. ഫലപുഷ്ടിയുള്ള മണ്ണൊക്കെയാണ് ഇവിടെ കാണുന്നത്. ഇവിടുത്തെ നദീതടത്തിൽ ലോകത്തെ അതേപോലെ ജനസാന്ദ്രമായ മേഖലകളിൽ ഒന്നാണിത് നൈൽ തടം. ഓക്കെ, നൈലിനെ ഈജിപ്തിൻ്റെ ജീവരക്തം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. നൗ വൈ ഡു ദ ഡെസേർട്ട് ഡ്വെല്ലേഴ്സ് കോമൺലി യൂസ് സച്ച് ഡ്രസ്സസ്? എന്തുകൊണ്ടാണ് അവിടെ മരുഭൂമി നിവാസികൾ ഇത്തരം വസ്ത്രങ്ങൾ ധരിക്കുന്നത്? കോമൺ ആയിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് അവരെ ഇങ്ങനത്തെ ഡ്രസ്സുകളിൽ കാണപ്പെടുന്നത്? കാരണം എന്തായിരിക്കാം? സിമ്പിളാണ് അല്ലേ? സാൻഡ് സ്റ്റോംസ് ആർ കോമൺ ഇൻ ഡെസേർട്സ്. ഇൻ ഓർഡർ ടു പ്രൊട്ടക്ട് ഹെയർ, ഐസ്, ഇയേഴ്സ് ആൻഡ് നോസ് ഫ്രം ദ സാൻഡ് ദേ യൂസ് സച്ച് ഡ്രസ്സസ്. അതായത് അവിടെ ഒത്തിരി മരുഭൂമി എന്ന് പറയുമ്പോൾ അറിയാമല്ലോ അല്ലെ, നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ, എങ്ങനെയാണ് ഇങ്ങനെ പൊടി ഇങ്ങനെ പറക്കും അല്ലെ, മണൽ ഇങ്ങനെ പറന്ന് നമ്മുടെ കണ്ണിലൊക്കെ വീഴും. ഓക്കെ, അതേപോലെ ഭയങ്കര കാറ്റായിരിക്കും. സ്റ്റോം എന്ന് പറഞ്ഞാൽ എന്താ? കാറ്റ്. അപ്പം നമ്മുടെ കണ്ണിലും നമ്മുടെ ചെവിയിലും മൂക്കിലും ഒക്കെ കയറാൻ സാധ്യതയുണ്ട് അല്ലെ, മുടിയിലും ഒക്കെ. അപ്പം ഇതിനെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയാണ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനത്തെ ഡ്രസ്സ് ഇടുന്നത്. ഓക്കെ, സിമ്പിളാണ്. നൗ വാട്ട് ആർ ദ അഡാപ്റ്റേഷൻ ഓഫ് ക്യാമൽ ദാറ്റ് ഹെൽപ് ടു സർവൈവ് ഇൻ ദ ഹോട്ട് ഡെസേർട്ട്? എന്തൊക്കെ സവിശേഷതകളാണ് ഈ ക്യാമൽ ഒട്ടകങ്ങൾക്ക് മരുഭൂമിയിൽ ജീവിക്കാൻ ഈ സാഹചര്യങ്ങൾ അതിജീവിക്കുന്നത്? എന്തൊക്കെ കാരണങ്ങൾ കൊണ്ടാണ്? ദ ക്യാമൽ സർവൈവ് ഇൻ ദ ഹോസ്റ്റൈൽ ഡെസേർട്ട് കണ്ടീഷൻസ് താങ്ക്സ് ടു ദ കപ്പാസിറ്റി ടു സ്റ്റോർ വാട്ടർ വിത്തിൻ ദ ബോഡി ആൻഡ് ടു മെയിൻറ്റെയിൻ എ മോഡറേറ്റ് ബോഡി ഹീറ്റ്. Joint toes help them from sinking in sands. Double eyelids and long eyelashes protect them from the sandy winds. അതായത് അവർ ദൈവം സൃഷ്ടിച്ചേക്കുന്ന ആ ഒരു രീതി വെച്ച് നോക്കിയാൽ അല്ലേ, അവർക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് എവിടെ ജീവിക്കാൻ പറ്റും? മരുഭൂമിയിൽ ജീവിക്കാൻ പറ്റും. കാരണം എന്താണ്? അവരുടെ ചേർന്നിരിക്കുന്ന കാൽവിരലുകളും അതേപോലെ അവരുടെ ഇരട്ട കൺപോളകളും പിന്നെന്താണ്? അവരുടെ ഉള്ളിൽ തന്നെ ശരീരത്തിൽ തന്നെ എന്തുണ്ട്? ആവശ്യമായ ജലം സംരംഭിച്ച് വെക്കാനുള്ള എന്തുണ്ട്? അറകളും ഇവയുടെ ശരീരത്തിൽ തന്നെ ഉണ്ടല്ലേ. പിന്നെ അവരുടെ കൺപീലികളും മണൽക്കാറ്റിൽ നിന്ന് സംരക്ഷിക്കാനുള്ള കൺപോളകളും ഇരട്ട കൺപോളകളും ഒക്കെ ഉണ്ട്. ഓക്കെ, നൗ വൈ ഈസ് ക്യാമൽ നോൺ ആസ് ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട്? എന്തുകൊണ്ടാണ് ക്യാമലിനെ ഷിപ്പ് ഓഫ് ദ ഡെസേർട്ട് എന്ന മരുഭൂമിയിലെ കപ്പൽ എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്താണ്? ക്യാമൽസ് ആർ ദ കോമൺ ആനിമൽസ് ഓഫ് ദ ഡെസേർട്ട്സ്. Camels are largely relied on for traveling and for carrying loads. That is why camels are described as the ships of the deserts. അതായത് മരുഭൂമിയിലെ പ്രധാന മൃഗങ്ങളിൽ എന്താണ്? ഏറ്റവും ഫസ്റ്റ് മൃഗം എന്താണ്? മരുഭൂമിയിലെ ഒട്ടകം തന്നെയാണ്. ഓക്കെ, ചുമടുകൾ കൊണ്ടുപോകുന്നതിനും സഞ്ചാരത്തിനും യാത്ര ചെയ്യുന്നതിനും ഒക്കെ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒട്ടകങ്ങളെയാണ് അവർ ആശ്രയിക്കാറ്. അതുകൊണ്ട് ഇവ എന്ത് പറയുന്നത്? മരുഭൂമിയിലെ കപ്പൽ എന്ന് വിശേഷിപ്പിക്കുന്നത്. നെക്സ്റ്റ് വൺ, വൈ ഡോണ്ട് ദി ഇനുവിറ്റ്സ് മേക്ക് പെർമനൻറ്റ് സെറ്റിൽമെൻറ്റ്? എന്തുകൊണ്ടാണ് ഇനുവിറ്റ്സ് പെർമനൻ്റ് ആയിട്ടുള്ള സെറ്റിൽമെൻറ്റ് വീടുകൾ വെച്ച് അവർ താമസിക്കാത്തത്? ഇനുവിറ്റ്സ് എക്സ്പീരിയൻസസ് എക്സ്ട്രീംലി ലോങ് ഡേയ്സ് ആൻഡ് നൈറ്റ്സ് ഈച്ച് ലാസ്റ്റിംഗ് അബൌട്ട് 6 months. ഇൻ ഓർഡർ പിന്നെന്താ പറയുന്നത്? ഇന്നുവേറ്റ്സ് ആർ അഡാപ്റ്റഡ് ടു ദ അഡ്വേഴ്സ് climate and the lack of resources. They live in small group and never settle anywhere permanently. അതായത് അവിടുത്തെ കാലാവസ്ഥ അങ്ങനെ ആയതുകൊണ്ട് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, അവർക്ക് എങ്ങും ഒരു സ്ഥലത്ത് സ്ഥിരമായിട്ട് അവർക്ക് ജീവിക്കാൻ കഴിയത്തില്ല. ഓക്കെ, കാരണം എന്താണ്? അവിടുത്തെ പ്രതികൂല കാലാവസ്ഥയും വിഭവങ്ങളുടെ അഭാവവും അതിജീവിച്ചാണ് അവരവിടെ കഴിയുന്നത്. ഓക്കെ, നെക്സ്റ്റ് വൺ എന്താ ചോദിച്ചിരിക്കുന്നത്? ഹൗ ഡസ് ദ ഇനുവിറ്റ്സ് ഡ്രസ്? എങ്ങനെയാണ് ഇനുവിറ്റ്സിൻ്റെ വസ്ത്രധാരണ? അവരുടെ എങ്ങനെയാണ്? ദേ ക്ലോത്ത് ദെംസെൽസ് വിത്ത് ദെയർ സ്കിൻ ആൻഡ് മേക്ക് വെപ്പൺസ് ഫ്രം ദ ബോൺസ് ആൻഡ് ഹോൺസ്. അതായത് വേട്ടയാടുന്ന മൃഗങ്ങളുടെ തൊലി കൊണ്ടാണ് അതുകൊണ്ട് അവരെന്ത് ചെയ്യും? ഡ്രസ്സ് ഉണ്ടാക്കും. അതേപോലെ വെപ്പൺസ്, ആയുധങ്ങൾ എങ്ങനെ ഉണ്ടാക്കും? അതിൻ്റെ ബോൺസും അതിൻ്റെ എല്ലുകൾ കൊണ്ടൊക്കെയാണ് ഉണ്ടാക്കുന്നത്. എയർ ടൈറ്റ് ലെതർ ഷൂസ് ആൻഡ് ഡബിൾ ലെയർഡ് ജാക്കറ്റ്സ് ആൻഡ് ട്രൗസേഴ്സ് മെയ്ഡ് ഓഫ് ഫർ അതർ കോമൺ കോസ്റ്റ്യൂംസ്. അതായത് കാറ്റൊന്നും കയറാത്ത രീതിയിലുള്ള ഷൂസും ചെരുപ്പുകളും പിന്നെന്താണ്? ജാക്കറ്റ്, ഡബിൾ ലെയറുള്ള ജാക്കറ്റും ട്രൗസേഴ്സും ഒക്കെയാണ് അവിടുത്തെ ആളുകൾ കോമൺ ആയിട്ട് ഇടുന്നത്. വൈ ഡു ദ ഇനുവിറ്റ്സ് ഹാവ് എ ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ്? എന്തുകൊണ്ടാണ് അവരിങ്ങനത്തെ ഡ്രസ്സുകൾ, എന്തുകൊണ്ടായിരിക്കും അവരിങ്ങനത്തെ ഡ്രസ്സുകൾ ഇടുന്നത്? ഇനുവിറ്റ്സ് ഹാവ് ഡിഫറെൻറ്റ് സ്റ്റൈൽ ഓഫ് ഡ്രസ്സിങ് ഡ്യൂ ടു ദ അഡ്വേഴ്സ് ക്ലൈമറ്റ്.
ദ സ്റ്റൈൽ ഓഫ് ഡ്രസ് ഹെൽപ്പ് ദം ടു സസ്റ്റൈൻ ദ ടെമ്പറേച്ചർ ഓഫ് ബോഡി. അതുകൊണ്ട് കാരണം എന്താ, അവിടുത്തെ കാലാവസ്ഥ അങ്ങനത്തെ ആയതുകൊണ്ട് വളരെ തണുപ്പാണല്ലേ. അപ്പം അതിന് ചെറുത്ത് നിൽക്കണമെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സ് ഇട്ടാൽ അവരുടെ ശരീരത്തിലെ ടെമ്പറേച്ചർ അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഓക്കെ, വിത്ത് ദ ഹെൽപ്പ് ഓഫ് ആൻ അറ്റ്ലസ് ഐഡൻറ്റിഫൈ ദ കോണ്ടിനെൻറ്റ്സ് വെർ ദ ടുണ്ട്ര ക്ലൈമറ്റിക് റീജിയൻ എക്സിസ്റ്റ്. അറ്റ്ലസിൻ്റെ സഹായത്തോടെ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്, എവിടെയൊക്കെയാണോ ഏതെല്ലാം വൻകരകളിലാണ് തുന്ദ്ര കാലാവസ്ഥാ മേഖലകൾ സ്ഥിതി ചെയ്യുന്നതെന്ന് അറ്റ്ലസിൽ നിന്ന് കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത്. കണ്ടെത്തിയിട്ടുണ്ടോ നിങ്ങൾ? എവിടെയൊക്കെയാണ്? നോർത്ത് അമേരിക്കയുണ്ട്, അതേപോലെ യൂറോപ്പും ഉണ്ട്. ഓക്കെ, നൗ റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ക്ലൈമറ്റിക് റീജിയൻ യു ഹാവ് ഡിസ്കസ്ഡ് ഇൻ ദ ഫോളോയിങ് ടേബിൾ. ഓക്കെ, നമുക്കിവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, നമ്മളോട് കുറച്ച് ഫീച്ചേഴ്സ് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ഡൗൺ ദ ഫീച്ചേഴ്സ് ഓഫ് ദ ക്ലൈമറ്റിക് റീജിയൻ. അതായത് ഇതുവരെ നമ്മൾ പരിചയപ്പെട്ട കാലാവസ്ഥാ മേഖലകളുടെ സവിശേഷതകൾ താഴെ കൊടുത്തിരിക്കുന്ന ടേബിളിൽ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്കവിടെ എന്തൊക്കെ എഴുതാം? റീജിയൻസ് ഉണ്ട്, എക്സ്റ്റെൻറ്റ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ഉണ്ട്, ഫ്ലോറ ഫൗണ ഉണ്ട്, ഹ്യൂമൻ ലൈഫും ഉണ്ട്. റീജിയൻസിൽ നമുക്ക് എന്തൊക്കെ എഴുതാം? എത്ര തരം റീജിയൻസ് നമ്മൾ പഠിച്ചിരുന്നത്? ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ ഉണ്ട്, അതേപോലെ ഹോട്ട് ഡെസേർട്ട് ഉണ്ട്, ടുണ്ട്ര റീജിയനും ഉണ്ട് അല്ലേ. ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ്റെ എക്സ്റ്റെൻറ്റ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്താണ്? 10 ഡിഗ്രി നോർത്തും 10 ഡിഗ്രി സൗത്തുമാണ്. അവിടുത്തെ ഫ്ലോറയാണ് മഹാഗണി, എബണി, റോസ്വുഡ്, ക്ലൈംബേഴ്സ്, തിക്ക് അണ്ടർഗ്രോത്ത്, മോസ്, വാണ്ട ആൻഡ് സോ ഓൺ. അവിടുത്തെ ഫൗണ എന്തൊക്കെയാണ് കാണുന്നത്? ഡിഫറെൻറ്റ് സ്പെഷീസ് ഓഫ് എന്തൊക്കെയുണ്ട്? റെപ്റ്റൈൽസ് ഉണ്ട്, പിന്നെ ഹിപ്പോപ്പൊട്ടമസ് ഉണ്ട്, അതേപോലെ ക്രോക്കഡൈൽസ്, ബേർഡ്സ്, പാരറ്റ്സ്, ഹോൺബിൽസ് എക്സെട്ര. ഓക്കെ, അതേപോലെ അവിടുത്തെ ഹ്യൂമൻ ലൈഫ്, അവിടുത്തെ ജീവിതം എങ്ങനത്തെ ജനജീവിതമാണ് അവിടുത്തെ ഹ്യൂമൻ ലൈഫ് നമ്മൾ കാണപ്പെടുന്നത്? ദ അബോറിജിനൽ ട്രൈബ്സ് each 100 meat and gathered fruits. They often wear deer skin or leaves as clothes. They build semicircular houses out of branches of trees and broad leaves. അടുത്തത് ഹോട്ട് ഡെസേർട്ടിൻ്റെ എക്സ്റ്റെൻറ്റ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എന്താണ്? അവിടുത്തെ അക്ഷാംശ രേഖയുടെ വ്യാപ്തി, അതിൻ്റെ എക്സ്റ്റെൻറ്റ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എത്രയായിട്ടാണ് കാണിക്കുന്നത്? 20 ഡിഗ്രി നോർത്ത് ടു 30 ഡിഗ്രി നോർത്ത് ആൻഡ് 20 ഡിഗ്രി സൗത്ത് ടു 30 ഡിഗ്രി സൗത്ത്. ഫ്ലോറ എന്താണ് അവിടുത്തെ? കാക്ടൈം, പിന്നെന്താണ്? അക്കേഷ്യയുമാണ്. അതേപോലെ ഫൗണ ക്യാമൽസും ഡോങ്കീസും ഹോഴ്സസും ഫോക്സസും സ്നേക്സും സ്കോർപ്പിയൻസും ലിസേർഡ്സുമാണ്. ഹ്യൂമൻ ലൈഫ് എന്താണ് അവിടുത്തെ? അഗ്രികൾച്ചറലും ആനിമൽ റെയറിങ്ങുമാണ് അവിടുത്തെ മെയിൻ ആക്ടിവിറ്റി. അതേപോലെ വീറ്റ്, മെയ്സ്, ഫ്രൂട്ട്സ്, വെജിറ്റബിൾ ഇങ്ങനത്തെയൊക്കെ അഗ്രികൾച്ചറൽ ക്രോപ്സ് ഉണ്ട്. നെക്സ്റ്റ് ടുണ്ട്ര റീജിയനിലെ എക്സ്റ്റെൻറ്റ് ഓഫ് ലാറ്റിറ്റ്യൂഡ് എത്രയാണ്? നോർത്ത് ഓഫ് ആർട്ടിക് സർക്കിൾ ആണ്, 66.5 ഡിഗ്രി ആണ്. ഫ്ലോറ എന്താണ് അവിടെ? മോസ് ആൻഡ് ലിച്ചൻ, സ്മോൾ ഫ്ലവറിംഗ് പ്ലാന്റ്സ് ആൻഡ് shrubs can be seen only during short summers. ഫൗണ എന്തൊക്കെ കാണാം? പോളാർ ബെയർസ് ഉണ്ട്, റെയിൻഡിയേഴ്സ് ആൻഡ് സീ ആനിമൽസ് ലൈക്ക് വെയിൽസ്, സീൽസ് ആൻഡ് ഫിഷസ്. ഹ്യൂമൻ ലൈഫ് എന്താണ് അവിടെ? ഇനുവിറ്റ്സ് ആർ ദ dwellers of tundra region. Hunting and fishing are the means of life. They live in small groups and never settle anywhere permanently. അപ്പം ഇത്രയാണ് 3 തരത്തിലുള്ള റീജിയൻസ് ആണ് ഇവിടെ കാണപ്പെടുന്നത്. നമ്മൾ 3 തരത്തിലുള്ള മേഖലകളാണ് നമുക്ക് പട്ടികപ്പെടുത്താൻ കഴിയുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റൻ എന്താണ്? ലുക്ക് അറ്റ് ദ പിക്ചർ 6.12 ആൻഡ് ഫൈൻഡ് ഔട്ട് ദ ടെമ്പറേച്ചർ സോൺ. 6.12 കാണുന്ന ഫിഗർ നോക്കി നിങ്ങൾ എന്ത് ചെയ്യണം? നിരീക്ഷിച്ച് അതിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന താപീയ മേഖലകൾ തിരിച്ചറിയാനാണ്, ടെമ്പറേച്ചർ സോണുകൾ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ എന്തൊക്കെ എഴുതാം? ടെമ്പറേച്ചർ സോൺ, ട്രോപ്പിക്കൽ സോൺ, പിന്നെന്തുണ്ട്? ഫ്രിജിഡ് സോൺ. നമുക്ക് ആ പിക്ചർ നോക്കിയിട്ട് തന്നെ നമുക്ക് എഴുതാവുന്നതേ ഉള്ളൂ അല്ലേ. എന്തൊക്കെയാണ്? ട്രോപ്പിക്കൽ സോൺ, ടെമ്പറേച്ചർ സോണ്, ഫ്രിജിഡ് സോണുമാണ് ഉള്ളത്. അടുത്ത ക്വസ്റ്റ്യൻസ് എന്താണ് ചോദിച്ചിരിക്കുന്നത്? അടുത്ത ചോദ്യമാണ്, വാട്ട് ആർ ദ ഫാക്ടേഴ്സ് കോൺട്രിബ്യൂട്ടഡ് ടു ദ ഫോർമേഷൻ ഓഫ് ക്ലൈമറ്റിക് റീജിയൻ? ക്ലൈമറ്റിക് റീജിയൻ ഇങ്ങനെയാകാൻ എന്തൊക്കെ ഘടകങ്ങളാണ് അതിൻ്റെ പുറകിലുള്ളത്? എന്തൊക്കെയാണ്? ദ ലൊക്കേഷൻ, നിയർനെസ് ടു സീ, altitude etc. are the factors contributing to the formation of climatic region. Okay, next one, complete the table by identifying the temperature zone. നമുക്ക് തന്നിരിക്കുന്ന ആ ഒരു ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ സോൺ വെച്ച് നോക്കിയിട്ട് ആ ടേബിൾ നമുക്ക് എന്ത് ചെയ്യാം? ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ എന്ത് സോണാണ്? ട്രോപ്പിക്കൽ സോണാണ് അല്ലേ. ഹോട്ട് ഡെസേർട്ട് എന്ത് സോണാണ്? ട്രോപ്പിക്കൽ സോൺ. അതേപോലെ ടുണ്ട്ര ക്ലൈമറ്റിക് റീജിയൻ എന്ത് സോണാണ്? ഫ്രിജിഡ് സോണാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാൽ ലെറ്റസ് ആസസിലുള്ള ഫസ്റ്റ് വൺ, ഹ്യൂമൻ ഹാബിറ്റേഷൻ ഇസ് ലെസ് ഇൻ ദ ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയൻ ഗിവൻ അക്കൗണ്ട് ഓഫ് ദ കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടേഴ്സ്. എന്തുകൊണ്ടാണ് അങ്ങനെ? കാരണം അൺകംഫർട്ടബിൾ ക്ലൈമറ്റും ഡെൻസ് ഫോറസ്റ്റുമാണ് അല്ലേ. അവർക്ക് താങ്ങാൻ പറ്റാത്ത കാലാവസ്ഥയും അതേപോലെ ഭയങ്കരമായിട്ടുള്ള കാടും വനങ്ങളും കാരണമാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ടു വിച്ച് ക്ലൈമറ്റിക് റീജിയൻ ഡസ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഏരിയ ബിലോങ്സ്? ആമസോൺ റിവർ ബേസിനും അറ്റക്കാമയും എങ്ങനെയുള്ള ക്ലൈമറ്റിക് റീജിയനിലാണ് കാണപ്പെടുന്നത്? ഇക്വറ്റോറിയൽ ക്ലൈമറ്റിക് റീജിയനിലും. അതേപോലെ അറ്റക്കാമ എവിടെയാണ് കാണപ്പെടുന്നത്? ഹോട്ട് ഡെസേർട്ടിലാണ് കാണപ്പെടുന്നത്. നെക്സ്റ്റ് വൺ, ക്ലൈമറ്റ് ഹാസ് എ സ്ട്രോങ് ഇൻഫ്ലുവൻസ് ഓൺ ദ ഡ്രസ്സിംഗ് ഹാബിറ്റ്. ജസ്റ്റിഫൈ ഇറ്റ് വിത്ത് റെഫറൻസ് ടു ദ ഡ്രസ്സിംഗ് ഹാബിറ്റ് ഓഫ് ദ ഡെസേർട്ട് ഡ്വെല്ലേഴ്സ്.
അത് നമ്മൾ ധരിക്കുന്ന വസ്ത്രവും നമ്മുടെ കാലാവസ്ഥ തമ്മിലൊരു ബന്ധമുണ്ട് അല്ലേ? കാലാവസ്ഥയുടെ അനുസരിച്ചായിരിക്കും നമ്മുടെ വസ്ത്രധാരണ. അങ്ങനെയാണെങ്കിൽ മരുഭൂമിയിൽ ജീവിക്കുന്നവരുടെ വസ്ത്രധാരണ എന്ത് തരത്തിലാണ് കാണപ്പെടുന്നത്? ലൈറ്റ് കളേർഡ് ലൂസ് ഫിറ്റിംഗ് ഗാർമെന്റ്സ് ആർ കോമൺലി worn by the desert dwellers. This helps them to escape from the severe heat of daytime. In order to protect eyes, ears, nose and hair from sand, storm, they wear turbans partially covering the face. Thus light colored loose fitting garments and turbans partially covering the face are their dress. നമ്മൾ ഓൾറെഡി ഇതൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നമ്മുടെ പാർട്സിലൊക്കെ, അപ്പം ഞാൻ കൂടുതൽ പറയുന്നില്ല. The influence of nature is evident in the human life of different climatic regions. Explain on the basis of any one climatic region you have familiarized. അപ്പോൾ നമുക്ക് കണ്ടു കാലാവസ്ഥ അനുസരിച്ച് അവിടെ ജീവിക്കുന്ന ആളുകളുടെ വസ്ത്രധാരണയാണെങ്കിലും പിന്നെ താമസം അല്ലേ, വീടുകളാണെങ്കിലും ഫുഡാണെങ്കിലും എല്ലാം വ്യത്യസ്തമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ക്ലൈമാറ്റിക് റീജിയനിലുള്ള ആളുകളുടെ അങ്ങനെ നമുക്ക് സവിശേഷതകൾ പ്രത്യേകം പറയാമോ? ഞാനിപ്പോൾ ഇവിടെ ഇനുവിറ്റ്സിൻ്റെ കാര്യം പറയുകയാണ്. നോക്കിക്കേ, ഇനുവിറ്റ്സ് ബിൽഡ് ഹൗസസ് യൂസിങ് ഐസ് which is called igloo. They also make houses using the bones of whales, rough rocks and leather. Hunting and fishing are the means of life. During summer, they hunt seals, reindeers, polar bear, etc. They consume the flesh of the hunted animals, clothe themselves with their bone and horns, airtight leather shoes and double-layered jackets and trousers made of fur are the common costume of the Inuits. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത ആൻസർ എല്ലാം കൂടി മിക്സ് ചെയ്ത് നമുക്ക് ഇതിൽ എഴുതിയാൽ മതി. കണ്ടോ? അടുത്ത ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിരിക്കുന്നത്? ഡ്രോ എ മോഡൽ ഓഫ് എർത്ത് ആൻഡ് മാർക്ക് ടെമ്പറേച്ചർ സോൺ. നിങ്ങളോട് ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കുന്നത് നിങ്ങൾ എന്ത് ചെയ്യണം? പേജ് നമ്പർ 91 കാണുന്ന ആ പിക്ചർ നിങ്ങൾ ഡ്രോ ചെയ്തിട്ട് ടെമ്പറേച്ചർ സോൺ നിങ്ങൾ മാർക്ക് ചെയ്യണം. ഓക്കെ, അപ്പം ഐ ഹോപ്പ് ഞാനെല്ലാം കവർ ചെയ്തിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ആൻഡ് ഇതിൻ്റെ ഞാൻ ഈ ചാപ്റ്ററിൻ്റെ ഫുൾ എക്സ്പ്ലനേഷൻ 3 പാർട്സ് ആയിട്ടാണെന്ന് തോന്നുന്നു എടുത്തിട്ടുണ്ട്, കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ അതാദ്യം കണ്ടിട്ട് വേണം ഇത് ചെയ്യാൻ, അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി നല്ല രീതിയിൽ മനസ്സിലാകും. ഓക്കെ, സോ കീപ് വാച്ചിങ്. ഇത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരുന്നെങ്കിൽ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം. ഓക്കെ, ആൻഡ് താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.